വിഷു ആഘോഷത്തിന്റെ ഭാഗമായി ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതിന്റെ തിരക്കിലാണ് കാസർഗോഡ് ഉദുമ വനിതാ സഹകരണ സംഘത്തിന് കീഴിലെ ഒരു സംഘം. 100 കണക്കിന് വീടുകളിലേക്ക് എത്തിക്കുവാനായി ആയിരക്കണക്കിന് ഉണ്ണിയപ്പം ഇതിനോടകം തയ്യാറാക്കി കഴിഞ്ഞു. രാവിലെ 5 മണിക്ക് തുടങ്ങിയ ഉണ്ണിയപ്പം ചുടൽ ഇപ്പോഴും തുടരുകയാണ്. വിഷു ആഘോഷത്തിന്റെ ഒരുക്കങ്ങളിലെ വിശേഷങ്ങളുമായി കാസർഗോഡ് നിന്ന് നീലേശ്വരം ചേരുകയാണ്. അനൂപ്, കാസർഗോഡ് വിഷു ആഘോഷങ്ങൾ എങ്ങനെയാണ്? നാളെ വിഷുവാണ്, അതിനുള്ള ഒരുക്കങ്ങൾ അതൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? വിഷു ആഘോഷത്തിൻ്റെ വലിയ ഒരു കാഴ്ച തന്നെ നമുക്കിവിടെ കാണാം. കാസർഗോഡ് ഉദുമ വനിതാ സർവീസ് സഹകരണ സംഘത്തിന് കീഴിലെ യുവാക്കളിലെ കാഴ്ചയാണിത്. ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതിൻ്റെ സാധാരണ നമുക്ക് വിഷു ആഘോഷം എന്ന് പറയുമ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ മധുരം നുകരുക, കണിവെക്കാനായി ഉണ്ണിയപ്പവും വേണം. ഇതൊക്കെ മലയാളികൾക്ക് ശീലമാണ്. അതിനുള്ള ഒരുക്കമാണ് ഇവിടെ കാണുന്നത്. അതായത് 50,000-ഓളം ഉണ്ണിയപ്പത്തിന് ഓർഡർ ലഭിച്ച യുവാക്കളിൽ വനിതകൾ ചേർന്ന് രാവിലെ 5 മണി മുതൽ തന്നെ ഇവിടെ എത്തി കൂട്ട് തയ്യാറാക്കി ഉണ്ണിയപ്പം ചുടുന്നതിൻ്റെ ഒരു കാഴ്ചയാണ്. അതായത് 200ഓളം ഉണ്ണിയപ്പമാണ് വിവിധ കാരകളിലായി അവർ ചുട്ടെടുക്കുന്നത് ഒരേ സമയം. അതിൻ്റെ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവരോട് തന്നെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ചേച്ചി, എത്ര മണിക്ക് തുടങ്ങി ഇത് ഉണ്ടാക്കുന്നത്? 5 മണിക്ക്. രാവിലെ 5 മണി മുതൽ നമ്മൾ തയ്യാറെടുക്കുന്നുണ്ട്. രാവിലെ 5 മണി മുതൽ തന്നെ ഇതിൻ്റെ തയ്യാറെടുപ്പ് തുടങ്ങി. അതായത് തേങ്ങാക്കൊത്ത് തയ്യാറാക്കൽ, അതുപോലെ തന്നെ വെല്ലം പാവ് ഉണ്ടാക്കൽ, ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാൻ കൂടെ. എത്ര മണിക്ക് തുടങ്ങി? ഇവരിപ്പം രാവിലെ 5 മണിക്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്തത്. 4 മണിക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ഇത് തേങ്ങാക്കൊത്തെല്ലാം ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ പണിയെല്ലാം തുടങ്ങുമ്പോൾ ഏകദേശം 5 മണി ആയിക്കണം. ഇതിപ്പോൾ ഒരു 150ഓളം സ്ഥലത്ത് ഉണ്ട് ഇപ്പോൾ നമുക്ക് ഏകദേശം ഓർഡർ വന്നിട്ടുള്ളത്. പിന്നെ ഷോപ്പ്. എങ്ങനെ അപ്പത്തിൻ്റെ വില? ഉണ്ണിയപ്പത്തിന് റേറ്റ് 450 രൂപ, 4 രൂപ 50 പൈസ. ഇപ്പോൾ എത്ര പേർ കൊണ്ട്? ഏകദേശം ഒരു 10-20,000 അപ്പം ഇപ്പോൾ ചുട്ടു. 25,000-25,000 ഉണ്ണിയപ്പം നമുക്കിപ്പോൾ പോയി കഴിഞ്ഞു. ഇനി ഉണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പുലരും വരെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ആൾക്കാർ വന്നുകൊണ്ടുണ്ട്. അവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ബാക്കി ഒരു 7 മണിക്ക് ശേഷം വരാൻ പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും കൊടുക്കാൻ നല്ല രീതിയിൽ. ഉദുമ പഞ്ചായത്തിൽ എന്തായാലും വീടുകളിലേക്ക് ഇവിടെ തന്നെ ആയിരിക്കും ഭൂരിഭാഗം അപ്പം പോകും. ഭൂരിഭാഗം വീട്ടിലേക്ക് എത്തും. ഇവർ പറഞ്ഞതുപോലെ വലിയൊരു തിരക്കാണ് ഇവിടെ അപ്പം ചുടുന്നതിൻ്റെ. അതിൻ്റെ ദൃശ്യം കാണുകയാണ് നമ്മൾ. ഏകദേശം 10ഓളം വനിതകളുണ്ട് അപ്പം ചുടുന്നതിന്, അത് പാക്കിംഗ് ചെയ്യുന്നതിനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ വെല്ലം പാവ് കാച്ചുന്നതിനും അരിക്കൂട്ടിലേക്ക് അത് ഒഴിക്കുന്നതിനും തയ്യാറാക്കുന്നതിനെല്ലാം തന്നെ ഇവിടെ ആളുകൾ ചുമതലപ്പെട്ടിട്ടുണ്ട്. 50,000-ഓളം അപ്പത്തിനുള്ള ഓർഡറാണ് യുവാക്കയിൽ ഇവിടെ വനിതാ സഹകരണ സംഘത്തിൻ്റെ പ്രവർത്തകർക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും വിഷു ആഘോഷത്തിൻ്റെ ഒരു നിറഞ്ഞ കാഴ്ചയായി മാറുകയാണ് ഈ അപ്പം ചുടുന്ന ദൃശ്യങ്ങൾ. കാസർഗോഡ് നിന്നും ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം നീലേശ്വരം.